കർത്താവായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ക്രിസ്തീയ വിശ്വാസത്തിലെ ജലസ്നാനം, ഈ ഒരു പഠന പരമ്പരയാണ് ഇന്ന് ഇവിടെ ആരംഭിക്കുന്നത്. ക്രിസ്തീയ വിശ്വാസത്തിലെ അടിസ്ഥാന പ്രമാണങ്ങളിൽ പരമപ്രധാനമായി കണക്കാക്കപ്പെടുന്ന ഒന്നാണ് മാമോദീസ അല്ലെങ്കിൽ ജലസ്നാനത്തിന്റെ ഉപദേശം. ജലസ്നാനം അടിസ്ഥാന ഉപദേശമായി സ്വീകരിക്കാത്ത ഏതെങ്കിലും ക്രിസ്തീയ പ്രസ്ഥാനങ്ങൾ, ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഐ സീരിയസ്ലി ഡൗട്ട്. ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ ഒരുപോലെ സ്വീകരിച്ചിരിക്കുന്ന ഒരു ഉപദേശമാണ് ജലസ്നാനം അല്ലെങ്കിൽ മാമോദീസ. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരുവചനത്തിലുടനീളം അതിനുള്ള തെളിവുകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. വിശേഷാൽ ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യൻ ലോകത്തിലേക്ക് വന്നു. യോഹന്നാൻ സ്നാപകനെ ഈ സ്നാനത്തിന്റെ ശുശ്രൂഷയ്ക്കായിട്ട് ദൈവം ലോകത്തിലേക്ക് അയക്കുന്നു. കൂടാതെ കർത്താവായ യേശു ക്രിസ്തു യോർദാനിൽ യോഹന്നാന്റെ കൈക്കീഴെ സ്നാനമേൽക്കുകയും പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ചേർന്ന് മൂന്നുപേരും ചേർന്ന ഒരു വലിയ സംഗമം, സ്വർഗത്തിൽ നിന്ന് ആ അശരീരിയും പരിശുദ്ധാത്മാവിനെയും ഒക്കെ നമുക്ക് അവിടെ കാണുവാനും ആ അപ്രൂവലും അശരീരിയും ഒക്കെ നമുക്ക് കേൾക്കുവാനായിട്ട് കഴിയും. കൂടാതെ 12 ശിഷ്യന്മാര് സ്നാനമേൽക്കുകയും അവര് ലോകമെമ്പാടും അനേകരോട് ഈ സുവിശേഷം പറയുകയും വിശ്വസിക്കുന്നവരെ ഏൽപ്പിക്കാനുള്ള ഗ്രേറ്റ് കമ്മീഷൻ ലഭിച്ചവരായി, ആ അലംഘനീയമായ കൽപ്പന ലഭിച്ചവരായി ഈ സ്നാന ശുശ്രൂഷ നിവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണാം. പുതിയ നിയമത്തിൽ ഉടനീളം നോക്കിക്കഴിഞ്ഞാൽ ഈ ജലസ്നാനം നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇതിന്റെ ബേസിസിലാണ് ഈ മാമോദീസ അല്ലെങ്കിൽ ജലസ്നാനം ഇന്ന് ക്രിസ്തൻഡത്തിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നതും കൊടികുത്തി വാഴുന്നതും. എന്നാൽ എന്താണ് ഇതിന്റെ നിജസ്ഥിതി? എന്താണ് ഇതിലെ സത്യാവസ്ഥ? ജലസ്നാനം ക്രിസ്തീയ വിശ്വാസവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? ജലസ്നാനത്തിലൂടെ ക്രിസ്ത്യൻഡത്തിന് വന്നു പോയിരിക്കുന്ന മൂല്യച്യുതി, അപജയം എന്താണ്? ഈ വിഷയങ്ങൾ അല്പം ഡീറ്റെയിൽ ആയിട്ട് നാം ചിന്തിക്കുവാനായിട്ട് പല എപ്പിസോഡുകളായി ഒരു പരമ്പരയായിട്ട് തന്നെ ഈ വിഷയം പഠിക്കുവാനായിട്ട് പോവുകയാണ്. നമുക്കറിയാം, കാലാകാലങ്ങളായിട്ട് ക്രിസ്തീയ വിശ്വാസത്തിൽ ഒരു തർക്കം നിലനിൽപ്പുണ്ട്. അത് ശിശു സ്നാനം വേണോ അതോ മുതിർന്ന സ്നാനം വേണോ എന്നുള്ളതാണ്. എന്നാൽ സഭകളും പ്രസ്ഥാനങ്ങളും സംഘടനകളും ഒക്കെ വളർന്നു കഴിഞ്ഞപ്പോൾ സ്നാനത്തിന്റെ പേരിൽ മാത്രം 100 കണക്കിന് ഗ്രൂപ്പുകൾ ഉടലെടുക്കുവാൻ, രൂപം കൊള്ളുവാൻ കാരണമായി എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. മുഴുകൽ വേണോ, കഴുകൽ വേണോ, മുങ്ങൽ വേണോ അതോ തളിക്കൽ വേണോ, ഇടത്തോട്ട് മുക്കണോ വലത്തോട്ട് മുക്കണോ, മലർത്തി മുക്കണോ കമഴ്ത്തി മുക്കണോ, ആരെ മുക്കണം, ആര് മുക്കണം, എവിടെ മുങ്ങണം, എങ്ങനെ മുക്കണം, അച്ഛൻ മുക്കണോ പാസ്റ്റർ മുക്കണോ, ആരുടെ നാമത്തിൽ മുക്കണം, ആറ്റിൽ വേണോ തോട്ടിൽ മതിയോ അതോ പള്ളിയിൽ കെട്ടിയ തൊട്ടിയിൽ വേണോ എന്ന് വേണ്ട, യു ജസ്റ്റ് നെയിം ഇറ്റ്. 100 കണക്കിന് വിശ്വാസങ്ങൾ ഈ സ്നാനത്തിനോടുള്ള ബന്ധത്തിൽ തന്നെ നിലനിൽപ്പുണ്ട്. ഇന്ന് 45,000-ലേറെ ക്രിസ്ത്യൻ ഡിനോമിനേഷൻസ് ലോകത്തിലുണ്ട്. എല്ലാവരെയും ഒരുപോലെ തെറ്റിച്ച് സാത്താൻ അവന്റെ പൂണിയിലാക്കിയിരിക്കുന്ന ഒരു ഉപദേശമാണ് ഈ ജലസ്നാനത്തിന്റെ ഉപദേശം എന്ന് എനിക്ക് തെളിയിക്കുവാനായിട്ട് കഴിയും. ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്ത്യാനിറ്റിയെ കൊന്ന് കുഴിച്ചു മൂടി ആ കോഫിൻ ബോക്സിലാക്കി അതിന്റെ മേലെ അവസാനത്തെ ആണിയും അടിച്ചിരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയുവാനായിട്ട് കഴിയും. അതുപോലെ സത്യത്തിൽ നിന്നും ഈ ഒരു വിശ്വാസത്തോട് ജനം മാറിപ്പോയിരിക്കുകയാണ്. ഇവിടെ ജലസ്നാനത്തെക്കുറിച്ച് ഒരു അവബോധ ക്ലാസ് നടത്തുന്നത് കൊണ്ട് ഒരു വലിയ പ്രയോജനമുണ്ട് എന്ന് എനിക്ക് പ്രതീക്ഷയില്ല. എന്നിരുന്നാലും കർത്താവ് പൗലോസ് അപ്പോസ്തലനോട് കൊരിന്തിൽ വെച്ച് പറയുന്ന ഒരു ഭാഗമുണ്ട്: നീ ഭയപ്പെടാതെ പ്രസംഗിക്കാൻ, മിണ്ടാതിരിക്കരുത്, ഈ പട്ടണത്തിൽ എനിക്ക് വളരെ ജനമുണ്ട് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ആ കർത്താവ് എന്നോട് കൂടെ ഇരിക്കും എന്ന് ഞാൻ വാസ്തവമായിട്ട് വിശ്വസിക്കുന്നു. ഇന്ന് ക്രിസ്തീയ വിശ്വാസത്തിന്റെ ഏറ്റവും വലിയ ശത്രു, അതായത് അതിന്റെ കടയ്ക്കൽ കത്തി വെച്ചിരിക്കുന്ന ഏറ്റവും വലിയ തെറ്റായ പഠിപ്പിക്കൽ, ക്രിസ്ത്യൻഡത്തെ മുടിച്ചിരിക്കുന്ന ഉപദേശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജലസ്നാനമാണെന്ന് ഞാൻ പറയുവാനായിട്ട് കഴിയും. ഞാൻ അങ്ങനെ പറയുമ്പോൾ എനിക്കറിയാം ഒത്തിരി പേരുടെ വികാരത്തെ വ്രണപ്പെടുത്തുന്ന ഒരു വസ്തുതയാണ് ഞാൻ പറയുന്നത്. എങ്കിലും ആ പറയുന്നതിനെല്ലാം ക്ലാരിഫിക്കേഷൻ തരാൻ ഞാൻ ബാധ്യസ്ഥനാണ്. അതുകൊണ്ട് തന്നെ വരുന്ന ഒരു 10, 17, 20 എപ്പിസോഡുകളായിട്ട് ഈ വിഷയം കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ഇത് ഇന്നും ഇന്നലെ ഒന്നും ആരംഭിച്ച ഒരു പ്രോബ്ലം ആയിരുന്നില്ല. നമുക്കറിയാം, പൗലോസ് അപ്പോസ്തലന്റെ കാലം മുതലേ, താൻ ശുശ്രൂഷിച്ചിരുന്ന കാലം മുതലേ, ഓൾമോസ്റ്റ് ഗലാത്യ മുതലേ ഈ പ്രോബ്ലം ആരംഭിച്ച. എന്നാൽ ഏകദേശം താൻ കൊരിന്തിലെത്തി കഴിഞ്ഞപ്പോൾ അവിടെ വെച്ചുണ്ടായ വലിയ പ്രശ്നം വന്നപ്പോഴാണ് ഇതിനെ പരിപൂർണമായിട്ട് നിർത്തേണ്ടതായിട്ട് വന്നത്. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിന്റെ 17-ാം വാക്യം നോക്കിയാൽ നമുക്ക് കാണാം: ഫോർ ക്രൈസ്റ്റ് സെന്റ് മീ നോട്ട് ടു ബാപ്റ്റൈസ് ബട്ട് ടു പ്രീച്ച് ദ ഗോസ്പൽ
not with the wisdom of words, lest the cross of Christ should be made of none effect. സ്നാനം കഴിപ്പിപ്പാൻ അല്ല, സുവിശേഷം അറിയിപ്പാൻ അത്രേ ക്രിസ്തു എന്നെ അയച്ചത് എന്ന് പൗലോസ് അപ്പോസ്തലൻ അസന്നിഗ്ധമായി പറയുക. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ക്രിസ്തുവിന്റെ ക്രൂശ് വ്യർത്ഥമായി പോകാതിരിക്കേണ്ടതിന്. ഇന്ന് ക്രൂശിന്റെ മഹത്വം മുഴുവനും ഈ സ്നാനം എന്ന് പറയുന്ന ശുശ്രൂഷ കവർന്നിരിക്കുകയാണ്. അങ്ങനെ ഉണ്ടാകാതിരിക്കേണ്ടതിന്, ലെറ്റ് ദ ക്രോസ് ഓഫ് ക്രൈസ്റ്റ് ബി മെയ്ഡ് ഓഫ് നൺ എഫക്ട്. ആ ക്രൂശിന്റെ മഹത്വം വേറെ ഒരു ശുശ്രൂഷയും കവരാതിരിക്കാനായിട്ട് എന്നെ സ്നാനം കഴിപ്പിക്കാനല്ല അയച്ചത് എന്ന് പൗലോസ് അപ്പോസ്തലൻ അസന്നിഗ്ധമായിട്ട് അവിടെ പറയുകയാണ്. ഞാൻ ഈ വിഷയത്തെക്കുറിച്ചൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ട്, ആ എപ്പിസോഡുകളൊക്കെ വരുമ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അതിനെ പറഞ്ഞ് മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കാം. ഇന്ന് ഈ ജലസ്നാനം ക്രിസ്തീയ വിശ്വാസത്തിൽ നിന്ന് എടുത്തു മാറ്റിക്കഴിഞ്ഞാൽ ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് ജനങ്ങൾ ഒരു ദിവസം കൊണ്ട് സത്യം അറിയുവാനും രക്ഷാമാർഗത്തിലേക്ക് വരുവാനും ക്രൂശിന്റെ മഹത്വം എന്താണെന്നും ക്രൂശിലൂടെ നിറവേറിയ ആ രക്ഷാ പദ്ധതി, ആ സബ്സ്റ്റിറ്റ്യൂഷണറി അറ്റോൺമെന്റ്, മറുവിലയാഗം, ആ പ്രൊപ്പിച്ചിയേഷൻ ഡെത്തിന്റെ മഹിമ എന്താണ്, മഹത്വം എന്താണെന്ന് ജനം അറിയുവാനായിട്ട് കഴിയും. അതിലൂടെ ജനം രക്ഷിക്കപ്പെടുവാനായിട്ട് കഴിയും. എന്നാൽ ആയിരക്കണക്കിന് വർഷങ്ങൾ ഈ ശുശ്രൂഷ, ഈ വാട്ടർ ബാപ്റ്റിസത്തിന്റെ ശുശ്രൂഷ നിങ്ങൾ 1000 വർഷം ഇരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരുത്തിനെ പോലും സത്യസുവിശേഷത്തിലേക്ക് കൊണ്ടുവരുവാൻ കഴിയാതെ അനേക ആയിരങ്ങളെ നരകാഗ്നിക്കായിട്ട് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുവാനായിട്ട് കഴിയും. ഞാൻ പറയുന്ന ഓരോ വാക്കുകൾക്കും ക്ലാരിറ്റി തരുവാൻ, ക്ലാരിഫിക്കേഷൻ തരുവാൻ ഞാൻ ബാധ്യസ്ഥനാണെന്ന് എനിക്ക് ശരിക്കും അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയം ഒരു പഠന പരമ്പരയായിട്ട്, ചെറിയ ചെറിയ എപ്പിസോഡുകളായിട്ട്, ഒരു 10-20 മിനിറ്റിന് മേലെ പോകാത്ത എപ്പിസോഡുകളായിട്ട് ഓരോ വിഷയങ്ങളും നിങ്ങളുടെ മുന്നിൽ എത്തിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന് രണ്ടുമല്ല, ഓൾമോസ്റ്റ് എല്ലാ വിഷയങ്ങളും തന്നെ, അതായത് വരുന്ന ദിവസത്തെ ക്ലാസ്സുകളിൽ ഏകദേശം ക്രിസ്തീയ ജലസ്നാനം എന്നുള്ള വിഷയത്തിൽ പഴയ നിയമത്തിലെ ജലസ്നാനം, പഴയ നിയമത്തിൽ പിതാവായ ദൈവം കൽപ്പിച്ചാക്കിയ ശുശ്രൂഷയാണിത്. അത് എന്തായിരുന്നു എന്ന് പഠിപ്പിക്കും, എന്ന് വ്യക്തമാക്കും. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജലസ്നാനം, പന്തിരുവർക്ക് ലഭിച്ച സ്നാനം എന്ന മഹാനിയോഗം അവർക്ക് ഗ്രേറ്റ് കമ്മീഷൻ അലംഘനീയമായ കൽപ്പനയായിട്ട് ലഭിച്ചു. അതെന്താണ് ആ നിയോഗം എന്നുള്ളത് നമ്മൾ ചിന്തിക്കും. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിലെ സ്നാനം, അതായത് പെന്തക്കോസ്ത് നാളിലെ സ്നാനം എന്താണ്, അതും ക്രിസ്ത്യാനിറ്റിയുമായിട്ടുള്ള ബന്ധം എന്താണ്? പ്രവൃത്തി 8-ലെ ഷണ്ണന്റെ സ്നാനം, പ്രവൃത്തി 9-ലെ പൗലോസ് അപ്പോസ്തലന്റെ സ്നാനം, പ്രവൃത്തി 10-ലെ കൊർന്നല്യോസിന്റെ സ്നാനം, പ്രവൃത്തി 16-ലെ ലുദിയായുടെയും കാരാഗ്രഹ പ്രമാണി, അതായത് ഫിലിപ്പിയിലെ കാരാഗ്രഹ പ്രമാണിയുടെയും സ്നാനം, 18-ലെ കൊരിന്തിൽ നടന്ന സ്നാനം, പ്രവൃത്തി 19-ൽ എഫെസോസിൽ നടക്കുന്ന സ്നാനം, എബ്രായ ലേഖനം 6-ാം അധ്യായം 1-2 വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന സ്നാനം, 1 പത്രോസിലും 1 യോഹന്നാനിലും ഒക്കെ പ്രതിപാദിച്ചിരിക്കുന്ന സ്നാനം. സത്യത്തിൽ എന്താണ് ആക്ച്വലി ക്രിസ്തീയ വിശ്വാസത്തിലെ സ്നാനം? ഈ വിഷയം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചിന്തിക്കും. ഞാൻ ചിലപ്പോൾ 1-2 ക്ലാസ് ആയിട്ട് എന്താണ് സത്യത്തിൽ ക്രിസ്തീയ വിശ്വാസത്തിലെ സ്നാനം എന്ന് ചിന്തിക്കും. ജലസ്നാനം കൊണ്ടുള്ള ദോഷങ്ങൾ എന്തൊക്കെയാണ്? നാം ഈ ജലസ്നാനം പഠിപ്പിക്കുന്നതുകൊണ്ടും അതിൽ അങ്ങനെ കടിച്ചു തൂങ്ങി നിൽക്കുന്നതുകൊണ്ടുള്ള ദോഷം എന്താണ്, ആർക്കാണ് അതിലെ ദോഷം എന്ന് നമ്മൾ ചിന്തിക്കും. പരിശുദ്ധാത്മ സ്നാനം എന്താണെന്ന് പഠിക്കും. സ്നാനത്തെക്കുറിച്ചുള്ള ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ സെഷൻസ്, അതുവരെ എനിക്ക് ലഭിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം മറുപടി പറയുന്ന രീതിയിൽ അവസാനമായിട്ട് ഒരു സെഷൻ ക്രമീകരിക്കും. ഇതിലും തീർന്നില്ല എന്നുണ്ടെങ്കിൽ പുതിയ സബ്ജക്റ്റുകൾ സ്നാനത്തിനോടുള്ള ബന്ധത്തിൽ ആവശ്യമെന്ന് കണ്ടു കഴിഞ്ഞാൽ വീണ്ടും അതും ചെയ്യുവാനായിട്ട് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുക. ഇതൊരു പഠന പരമ്പരയാണ്. ഈ സ്നാനം എന്നൊരു വിഷയത്തിൽ നിങ്ങൾക്ക് ഒരാൾക്ക് പോലും, എന്നെ ശ്രദ്ധിക്കുന്ന ഒരാൾക്ക് പോലും ഒരു സംശയം ഇനി ബാക്കി നിൽക്കാനോ, അത് എന്തിനായിരുന്നു, എന്തുകൊണ്ട് നമ്മൾ അത് ചെയ്യുന്നു എന്നൊക്കെയുള്ള വിഷയത്തിൽ ഒരു പരിപൂർണ അവബോധം നിങ്ങൾക്ക് ലഭിക്കുവാനായിട്ട് ഞാൻ ഈ എപ്പിസോഡുകൾ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരികയാണ്. വരുന്ന ചില ആഴ്ചകളിലായി ഈ വിഷയം പൂർണ്ണമായി നിങ്ങളിൽ എത്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ എപ്പിസോഡുകൾ മാക്സിമം നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പുകളിലും ഫ്രണ്ട്സിന്റെ ഒക്കെ സർക്കിളുകളിലും ഒക്കെ ഷെയർ ചെയ്യുവാൻ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. ജനത്തെ ഈ ഒരു വിഷയത്തിൽ ബോധവൽക്കരിക്കുവാൻ, ഈ അന്ത്യനാളിലെങ്കിലും ഈ സത്യം ഒന്ന് പറഞ്ഞു കൊടുക്കുവാൻ നിങ്ങളിലൂടെ ദൈവം ഇടയാക്കട്ടെ. അനേകരുടെ കണ്ണ് തുറക്കുവാനും സ്നാനത്തെക്കുറിച്ചുള്ള അന്ധത മാറുവാനും, വചനം അങ്ങനെ തന്നെയോ എന്ന് ബെരോവക്കാര് തിരുവചനത്തിൽ പരിശോധിച്ചതുപോലെ അതിനെ ഒന്ന് പരിശോധിച്ച് മനസ്സിലാക്കുവാനും ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വരുന്ന ദിവസം ഈ വിഷയം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുവാൻ നമുക്ക് ഒരുങ്ങാം. ദൈവം നിങ്ങളെ അതിനായിട്ട് ധാരാളമായിട്ട് സഹായിക്കട്ടെ. സ്റ്റേ ട്യൂൺഡ്. May the grace of our Lord Jesus Christ be with you. കർത്താവിന്റെ കൃപ നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ.